ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ്, PM സ്വനിധി, ഭാരതരത്ന അവാർഡീസ്, ദയാനന്ദ സരസ്വതി, സ്വാതി പോർട്ടൽ, ഇന്ത്യ UAE റിലേഷൻസ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഫിലിപ്പീൻസ്. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. ഈ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ, അതായത് ഫെബ്രുവരി 11 ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യ ഭാഗമാവുന്നതോടുകൂടി അല്ലെങ്കിൽ ഇന്ത്യ ഭാഗമായതിനു ശേഷം അത് ഏത് തരത്തിൽ ഇന്ത്യക്ക് ക്രിട്ടിക്കൽ മിനറൽ അസറ്റ്സ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ ഇന്ത്യനെ ഏത് തരത്തിൽ സഹായിക്കും എന്നുള്ളതാണ് ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ മിനറൽ സെക്യൂരിറ്റി അലയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മിനറൽ സെക്യൂരിറ്റി അലയൻസ് എന്ന് പറയുന്നത് 13 രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ, ഇത്രയും ബോഡീസ് അല്ലെങ്കിൽ 14 മെമ്പേഴ്സിന്റെ ഒരു കൊളാബറേറ്റീവ് പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ ആണെന്ന് മനസ്സിലാക്കി. ഇത് 2022 ജൂൺ മാസത്തിലാണ് അനൗൺസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഈ രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ റോ മെറ്റീരിയൽസിന്റെ, അതായത് അവരുടെ എക്കണോമീസിനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ മിനറൽ സെക്യൂരിറ്റി അലയൻസിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിനറൽ സെക്യൂരിറ്റി അലയൻസിന്റെ ഭാഗമായിട്ട് വരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, കാനഡ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, നോർവേ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സ്വീഡൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്ലസ് യൂറോപ്യൻ യൂണിയൻ ആണ് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു US ലെഡ് അലയൻസ് ആണെന്ന് മനസ്സിലാക്കുക. 2022 ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഇതിന്റെ ഭാഗമായിരുന്നില്ല. കഴിഞ്ഞ വർഷമാണ് 2023 പകുതിക്ക് ശേഷമാണ് ഇന്ത്യ ഇതിനകത്തൊരു മെമ്പറായിട്ട് മാറുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PM സ്വനിധിയാണ്. ഈ PM സ്വനിധിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് ഈ PM സ്വനിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 6 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ ഓവറോൾ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ PM സ്വനിധി സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു എന്താണ് PM സ്വനിധി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 2020 നമ്മുടെ കൊറോണ പാൻഡമിക് ഒക്കെ നടക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൈക്രോ ക്രെഡിറ്റ് സ്കീമാണ് PM സ്വനിധി എന്ന് പറയുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് ചെലവാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലെ ഈ COVID-19 പാൻഡമിക് കാരണം ബുദ്ധിമുട്ട് നേരിടുന്ന, അല്ലെങ്കിൽ അത് കാരണം അഫക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സിന് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊളാറ്ററൽ ഫ്രീ ലോൺസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 10,000 rupees തൊട്ടാണ് ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഇൻട്രസ്റ്റ് സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് കൊടുക്കും. അതുപോലെ തന്നെ എലിജിബിൾ വെൻഡേഴ്സിനാണ് ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് സബ്സിഡിയായി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ റിവാർഡ്സും കാര്യങ്ങളൊക്കെ എലിജിബിൾ വെൻഡേഴ്സിന് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 50 ലക്ഷത്തോളം സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 5000 കോടി രൂപയുടെ കോർപ്പസ് ആണ് അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, അഹമ്മദാബാദ് പോലുള്ള സിറ്റികളിലാണ് ഏറ്റവും അധികം സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉള്ളത്. അപ്പോൾ അവരായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് PM സ്വനിധിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഭാരതരത്ന അവാർഡീസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ വർഷം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭാരതരത്ന 1954 നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് 5 പേർക്ക് ഇപ്രാവശ്യം ഭാരതരത്ന അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഒക്കെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഒഫീഷ്യൽ പോളിസി അനുസരിച്ച് ഒരു വർഷത്തിൽ അപ് ടു 3 പേർക്ക് മാത്രമേ ഭാരതരത്ന കൊടുക്കാവൂ എന്നാണ് ഉള്ളത്. പക്ഷേ 1999 ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 പേർക്ക് ഭാരതരത്ന കിട്ടിയിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ വർഷം 5 പേർക്ക് ഭാരതരത്ന അവാർഡ് കൺഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 8 അവരുടെ ഒരു എഡിറ്റോറിയൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ദ 3 രത്നാസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഭാരതരത്ന 5 പേർക്ക് കൊടുത്തതിനകത്ത് ഇപ്പോൾ 3 പേർക്ക് ഒരുമിച്ച് അനൗൺസ് ചെയ്തത്, അതായത് നരസിംഹറാവു, MS സ്വാമിനാഥൻ, അതുപോലെ തന്നെ ചരൺ സിംഗ്. അപ്പോൾ അവരെ കുറിച്ചാണ് ഈ എഡിറ്റോറിയലിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 2024 5 പേർക്ക് ഭാരതരത്ന കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് നമ്പറാണ് ഈ 5 പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഈ 5 പേരെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു പ്രൊഫൈലാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഒരാൾ കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന് പോസ്റ്റ് ഹോണേഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ബീഹാറിൽ നിന്നുള്ള ഒരു സോഷ്യലിസ്റ്റ് ലീഡറായിരുന്നു. അതുപോലെ തന്നെ ബീഹാറിലെ പഴയ ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹം അവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ജനനായക് അല്ലെങ്കിൽ പീപ്പിൾസ് ലീഡർ എന്നുള്ള പേരിലാണ്. 1978
വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു റിസർവേഷൻ മോഡൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളും കൂടിയാണ് ഈ കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന 26% റിസർവേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് OBC, അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, വുമണ്, അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിനകത്തുള്ള എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇവർക്കൊക്കെ കോട്ടാസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കർപ്പൂരി താക്കൂർ. രണ്ടാമതായിട്ട് അവാർഡ് കിട്ടിയിട്ടുള്ള ആള് LK അദ്വാനിയാണ്, അല്ലെങ്കിൽ ലാൽകൃഷ്ണ അദ്വാനിയാണ്. ഇദ്ദേഹം ഇന്ത്യയിൽ നമ്മുടെ വാജ്പേയി 2004 വരെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് വാജ്പേയിയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടും അതുപോലെ തന്നെ യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കാലം പാർലമെന്റേറിയൻ ആയിട്ടിരുന്നിട്ടുള്ള ഒരാളും കൂടിയാണ് LK അദ്വാനി. പിന്നെ ഉള്ളത് PV നരസിംഹറാവു ആണ്. PV നരസിംഹറാവു 1991 തൊട്ട് 96 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആണ്, അതായത് തെലുഗു കമ്മ്യൂണിറ്റി പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനും പോസ്റ്റോണമസ് ആയിട്ടാണ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് 1991 നമ്മുടെ ഇന്ത്യയിൽ പുതിയ എക്കണോമിക് റിഫോംസ് നടപ്പിലാക്കുന്നത്. ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ LPG റിഫോംസ് എന്നറിയപ്പെടുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന എക്കണോമിക് റിഫോംസ് നടപ്പിലാക്കുന്നത്. പിന്നുള്ളത് ചൗധരി ചരൺ സിംഗ് ആണ്. അദ്ദേഹത്തിനും പോസ്റ്റോണമസ് ആയിട്ടാണ് അല്ലെങ്കിൽ മരണാന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. 1979-80 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെന്റ് 1977 ഇലക്ഷനിൽ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ കുറഞ്ഞ കാലം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ചൗധരി ചരൺ സിംഗ്. 79 and 80 ആ കാലഘട്ടത്തിൽ ഏതാനും മാസങ്ങൾ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. വളരെ അറിയപ്പെടുന്ന ഒരു സോഷ്യലിസ്റ്റ് ലീഡർ ആയിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുകയും ജാട്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന ആളാണ് ചരൺ സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നുള്ളത് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ അല്ലെങ്കിൽ MS സ്വാമിനാഥൻ എന്ന് പറയുന്ന ഗ്രീൻ റവല്യൂഷന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ്. സോ അപ്പോൾ ഇവർക്ക് 5 പേർക്കാണ് ഇപ്രാവശ്യം ഭാരതരത്ന കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് 4 പേരും പോസ്റ്റോണമസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ദയാനന്ദ സരസ്വതിയാണ്. സോ ദയാനന്ദ സരസ്വതിയെ കുറിച്ച് ഇന്നലത്തെ PIB-ക്കകത്ത് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഹിസ്റ്ററിക്കകത്ത് സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സോഷ്യോ റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ്സ് പഠിക്കുന്ന സമയത്ത് ആര്യ സമാജിനെ കുറിച്ചും അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതിയെ കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 1824 ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അന്നത്തെ ബോംബെ പ്രൊവിൻസിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ദയാനന്ദ സരസ്വതി ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മൺ ഫാമിലിയിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് മൂൾ ശങ്കർ തിവാരി എന്നുള്ളതായിരുന്നു. സോ സ്വാഭാവികമായിട്ടും അദ്ദേഹം കുറച്ചു കാലത്തിന് ശേഷം ഒരു അസറ്റിക് ലൈഫ് ചൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു സന്യാസി മാർഗം സ്വീകരിക്കുകയും ഏകദേശം ഒരു 15 വർഷത്തോളം അങ്ങനെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം 1875 മുംബൈ ആസ്ഥാനമായിട്ട് ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പിന്നീട് ലാഹോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വരാജ് എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്നുള്ളൊരു കാര്യമൊക്കെ 1876 ഇദ്ദേഹം പറയുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിട്ടേൺ ടു വേദാസ്, അതായത് വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായിരുന്നു. അല്ലെങ്കിൽ ബാക്ക് ടു വേദാസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ ആണ്. അതുപോലെ തന്നെ ഈ വേദിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചാതുർവർണ്ണ സിസ്റ്റത്തിനെ, അതായത് നമ്മൾ കാസ്റ്റ് ബേസ്ഡ് ഓൺ ബർത്തിന് പകരം ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷനെ, അത്തരത്തിലുള്ള ഏർലി വേദിക് പീരീഡിൽ കാണുന്ന ചാതുർവർണ്ണ സിസ്റ്റത്തിന്, അതായത് ആളുകളുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ കാസ്റ്റ് തീരുമാനിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ 1886 ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾസ് എന്ന് പറയുന്ന കുറേ സ്കൂളുകൾ ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വിഷൻസ് ആക്ച്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ സ്കൂള് ലാഹോറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതിന്റെ മഹാത്മാ ഹൻസ്രാജ് എന്ന് പറയുന്ന ആളായിരുന്നു അതിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ടൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ബുക്സ് എന്ന് പറയുന്നത് ഒന്ന് സത്യാർത്ഥ പ്രകാശ്, ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളതാണ് സത്യാർത്ഥ പ്രകാശ്. അതുപോലെ തന്നെ വേദ ഭാഷ്യ ഭൂമിക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വേദിക് കമന്ററിക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വേദഭാഷ്യ എന്ന് പറയുന്ന സാൻസ്കൃതിലുള്ള യജുർവേദ അതുപോലെ തന്നെ ഋഗ്വേദക്കൊക്കെ എഴുതിയിട്ടുള്ള ഒരു വേദിക് കമന്ററിയാണിത്. സോ അപ്പോൾ ഈ 3 ബുക്കുകളാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്സ് ആയിട്ട് അറിയപ്പെടുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്വാതി പോർട്ടലാണ്. ഇപ്പോൾ റീസെന്റ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പോർട്ടലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചും റീസെന്റ് ആയിട്ട് PIB-ക്കകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ, അതായത് February 11, 2024 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര ദിനത്തിന്റെ അന്ന് തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്വാതി പോർട്ടലിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സയൻസ് ഫോർ വുമൺ
ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സയൻസ്, ടെക്നോളജി, എൻജിനീയറിങ്, മാത്തമാറ്റിക്സ്, മെഡിസിൻ, നമ്മൾ സ്റ്റെം എന്ന് പറയും. ഈ സ്റ്റെം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വുമൺസിൻ്റെയും ഗേൾസിൻ്റെയും ഒരു കോംപ്രഹെൻസീവ് ഡാറ്റാബേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്വാതി പോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് ജെനോം റിസർച്ച് അല്ലെങ്കിൽ NIPGR ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഇവരാണ് ഇത് ഡെവലപ്പ് ചെയ്യുകയും ഇത് ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അത് NIPGRൻ്റെ ഡയറക്ടറുടെ ലീഡർഷിപ്പിൻ്റെ അണ്ടറിലാണ് ഈ പോർട്ടൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള പോർട്ടൽ, എസ്പെഷ്യലി വുമൺ സയൻറ്റിസ്റ്റിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റാബേസ് എന്നുള്ള രീതിയിലുള്ള ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർട്ടൽ ലോകത്ത് തന്നെ ആദ്യമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇന്ത്യ UAE റിലേഷൻസ് ആണ്. ഇത് നമുക്ക് GS പേപ്പർ 2-നകത്ത് ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സോ ഇപ്പോൾ ഇന്ത്യ UAE റിലേഷൻഷിപ്പിന്റെ സ്ട്രാറ്റജിക് നേച്ചറിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എ പ്രിവിലേജ്ഡ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വിതൗട്ട് എ ഗൾഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയും UAE തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് UAE എസ്റ്റാബ്ലിഷ് ചെയ്ത ആ വർഷം തന്നെ, അതായത് 1972 തന്നെ ആരംഭിച്ചതാണ്. സോ ഇന്ത്യയുടെ വെസ്റ്റ് ഏഷ്യ സ്ട്രാറ്റജിക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ വെസ്റ്റ് ഏഷ്യ പോളിസിക്കകത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് ഉള്ളത് UAE ഭാഗത്തു നിന്നാണ്. അപ്പോൾ UAE ആയിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസ് നമ്മൾ ഓരോരോ സെഗ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എക്കണോമിക് കോപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും UAE തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത് 2022-23 കാലഘട്ടത്തിൽ $85 ബില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടിയിട്ട് ഇന്ത്യയുടെ 3rd ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറായിട്ട് US-ഉം ചൈനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ാമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറായിട്ട് UAE മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 ഇന്ത്യയും UAE തമ്മിലൊരു കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് ഒരു കോംപ്രഹെൻസീവ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് നമ്മൾ തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ 4th ലാർജസ്റ്റ് ഇൻവെസ്റ്റർ ആണ് UAE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇന്ത്യയും UAE ചേർന്നിട്ട് ഒരു റുപ്പി ദിർഹം സെറ്റിൽമെന്റ് സിസ്റ്റം ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ തമ്മിൽ നടക്കുന്ന ബൈലാറ്ററൽ ട്രേഡിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്കൽ കറൻസിയിൽ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഈ റുപ്പി ദിർഹം സെറ്റിൽമെന്റ് സിസ്റ്റം. അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ UAEയുടെ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്ട് വഹിക്കുന്ന ഒരു കമ്പനിയാണ് DP വേൾഡ് അല്ലെങ്കിൽ ദുബായ് പോർട്ട് വേൾഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ചെന്നൈ, വിശാഖപട്ടണം, അതുപോലെ തന്നെ മുംബൈ, മുന്ദ്ര, അതുപോലെ തന്നെ കൊച്ചി എന്നീ സ്ഥലങ്ങളിലെല്ലാം തന്നെ, എന്നീ മേജർ പോർട്ടുകളിലെല്ലാം തന്നെ കണ്ടെയ്നർ ടെർമിനൽസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ദുബായ് ബേസ്ഡ് അല്ലെങ്കിൽ UAE ബേസ്ഡ് കമ്പനിയാണ് ദുബായ് പോർട്ട് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഡിഫൻസ് കോപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും UAEയും തമ്മിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ജോയിന്റ് മിലിറ്ററി എക്സസൈസുകളാണ് ഡെസേർട്ട് ഈഗിൾ. അതായത് ഇന്ത്യയുടെയും UAEയുടെയും എയർഫോഴ്സുകൾ തമ്മിൽ നടക്കുന്നതാണ് ഡെസേർട്ട് ഈഗിൾ. അതുപോലെ തന്നെ ഇന്ത്യയുടെയും UAEയുടെയും നേവീസ് തമ്മിൽ നടക്കുന്നതാണ് ഇന്ത്യ UAE ബിലാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സയ്യിദ് തൽവാർ എന്ന് പറയുന്ന ഒരു നേവൽ എക്സസൈസ് ഉണ്ട്. ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്ന ഒരു ജോയിന്റ് ആർമി എക്സസൈസ് ഒക്കെ ഇന്ത്യക്കും UAEക്കും ഇടയിൽ നടക്കുന്നുണ്ട്. ഇനി എനർജി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വൺ ഓഫ് ദി ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള എനർജി സപ്ലയേഴ്സിൽ ഒരാളാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും UAEയും തമ്മിൽ ഓയിൽ കമ്പനി, എസ്പെഷ്യലി ഇന്ത്യയിലെയും UAEയിലെയും ഒക്കെ ഓയിൽ കമ്പനീസ് തമ്മിൽ ഒരുപാട് കൊളാബറേറ്റീവ് അഗ്രിമെന്റുകൾ ഉണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ക്രൂഡ് ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസിനകത്തൊക്കെ UAE ഏകദേശം $millions ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ്സ് ഒക്കെ നമ്മൾ തമ്മിൽ നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഇന്ത്യയുടെയും UAEയുടെയും റിലേഷൻസിനകത്തുള്ള മറ്റൊരു മേജർ ആസ്പെക്റ്റ് ആണ് UAEയിലുള്ള ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത്. അതായത് UAEയിലുള്ള ഏറ്റവും വലിയ ലാർജസ്റ്റ് എത്നിക് കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ഏകദേശം UAEയുടെ ടോട്ടൽ പോപ്പുലേഷൻ 30% ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ UAEയിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള നോൺ റെസിഡന്റ് ഇന്ത്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 3.5 മില്യൺ ആണെന്നാണ് UAEയുടെ 2021 റെക്കോർഡ്സിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ തമ്മിലുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിനകത്തുള്ള മേജർ ആസ്പെക്റ്റ് ആണ് ഇപ്പോൾ ഇന്ത്യ, ഇസ്രായേൽ, UAE, USA എന്ന് പറയുന്ന I2U2 എന്ന് പറയുന്ന ഒരു അലയൻസ്, ഒരു വെസ്റ്റ് ഏഷ്യൻ ക്വാഡ് എന്നൊക്കെയാണ് ഈ I2U2 അറിയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം ക്വാഡ് എന്ന് പറയുന്നത് ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അതുപോലെ US കൂടി ചേരുന്ന ഇൻഡോ പസഫിക് റീജിയനിലുള്ള ഒരു സ്ട്രാറ്റജിക് അലയൻസ് ആണ്. അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ വെസ്റ്റ് ഏഷ്യയിൽ എബ്രഹാം അക്കോർഡ്സിന് ശേഷം ഇസ്രായേലും UAE ഒക്കെ തമ്മിലുള്ള റിലേഷൻസ് ഫോർമലൈസ് ചെയ്യപ്പെട്ടതിന് ശേഷം, അത് ഇംപ്രൂവ് ആയതിനു ശേഷം ഇന്ത്യ, ഇസ്രായേൽ, UAE, US എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് I2U2. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ G20 സമ്മിറ്റിന്റെ സമയത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, അതിനകത്തുള്ള ഒരു മേജർ ആസ്പെക്റ്റ് ആണ് UAE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയും UAEയും തമ്മിൽ ഇപ്പോൾ റീസെന്റ് COP28 ദുബായിൽ വെച്ച് നടന്ന സമയത്ത് ഒരു ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് പറയാം.
പിന്നെ നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ഫിലിപ്പീൻസ് ആണ്. സോ ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ പസഫിക്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമാണ്. അപ്പോൾ ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് ഒരു ആർച്ചിപ്പലാഗമാണ്, അതായത് ബേസിക്കലി ഒരു ദ്വീപ് സമൂഹമാണ് ഈ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും 3 ജിയോഗ്രഫിക്കൽ റീജൻസ് ഈ ഒരു ഐലൻഡ് നേഷനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ നോർത്തേൺ സൈഡിൽ ഈ ഒരു ഭാഗങ്ങളെ വിളിക്കാറുള്ളത് ലുസോൺ എന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ പാർട്ടിനെ വിളിക്കാറുള്ളത്, ഈ ഒരു ഏരിയാസിനെ വിളിക്കാറുള്ളത് വിഷ്യാസ് എന്നാണ്. അതുപോലെ തന്നെ ഈ സദേൺ പാർട്ടിനെ വിളിക്കാറുള്ളത് മിൻഡനാവോ എന്നാണ്. അപ്പോൾ അതിനകത്ത് മനിലയാണ് ഇവരുടെ ക്യാപിറ്റലായിട്ട് വരുന്നത്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് ക്യൂസോൺ സിറ്റിയാണ്, ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പസഫിക്കിലെ റിംഗ് ഓഫ് ഫയറിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് എർത്തിക്വിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ ഇപ്പോൾ നമ്മുടെ യുനെസ്കോ ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു പോർട്ടോ പ്രിൻസേസ എന്ന് പറയുന്ന ഒരു സബ്ടെറേനിയൻ റിവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ബോർഡർ ഏരിയാസ് നോക്കുന്ന സമയത്ത് ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് നമുക്ക് ഫിലിപ്പീൻ സീ കാണാൻ പറ്റും. അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിലായിട്ട് സൗത്ത് ചൈന സീയിൽ ഫിലിപ്പീൻസും ചൈനയൊക്കെ തമ്മിൽ കുറേ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സദേൺ സൈഡിലായിട്ട് ഒരു സെലബ്സ് സീ എന്ന് പറയുന്ന ഒരു കടലും കാണാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.